വിശുദ്ധ ഹജ്ജ് ദിനങ്ങൾക്ക് മക്കയിൽ തുടക്കമാകുമ്പോൾ ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാളിനായി മനസ്സിനെ പവിത്രമാക്കുകയാണ്. ജില്ലയിൽ നിന്ന് ആയിരങ്ങളാണ് ഹജ്ജിനായി വിശുദ്ധ നഗരിയിൽ എത്തിയിട്ടുള്ളത്. ഓരോ ഇസ്ലാം മത വിശ്വാസിയുടെയും ജീവിത തീർത്ഥാടനം കൂടിയാണ് ഹജ്ജ് അനുഷ്ഠാനം. ഏറെ നാളത്തെ കാത്തിരിപ്പിനും ഒരുക്കങ്ങൾക്കുമിടയിൽ പ്രവാചകന്റെ മണ്ണിനെ പ്രണമിക്കാൻ ലഭിക്കുന്ന ജീവിത സൗഭാഗ്യമാണത്. പരിത്യാഗത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും വ്രതശുദ്ധിയുടെയും ദിനരാത്രങ്ങളെ ഏറ്റെടുക്കുവാൻ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുന്നവർക്കേ ഹജ്ജ് അനുഷ്ഠിക്കാനാകൂ. കടബാധ്യതകളെല്ലാം തീർത്ത് ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പപേക്ഷിച്ച് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ യാചിച്ച് ജീവിതത്തെ രണ്ടായി പകുക്കുന്ന പുണ്യാനുഭവം കൂടിയാണ് ഹജ്ജ് അനുഷ്ഠാനം. പ്രവാചകന്റെ മണ്ണിലെത്തിയാൽ അവിടെ വലിപ്പച്ചെറുപ്പമില്ല. എല്ലാവരും സമന്മാരായി മാറുന്ന, എല്ലാവരും ഹാജിമാരായി മാറുന്ന സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആത്മവിശുദ്ധിയുടെയും പുണ്യാനുഭവങ്ങളാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിലെ ഇമാം അബ്ദുൽ ജലീൽ മൗലവി അഭിപ്രായപ്പെടുന്നു. ഒരു യഥാർത്ഥ മനുഷ്യനായി, ഒരു നല്ല വിശ്വാസിയായി, ദൈവത്തിൻ്റെ അനുസരണയുള്ള ദാസനായി മാറുന്നതിനുള്ള പരിശ്രമമാണ് ഹജ്ജ് കർമ്മത്തിലൂടെയും ബലിപ്പെരുന്നാളിലൂടെയുമെല്ലാം ഒരു സത്യവിശ്വാസി നേടിയെടുക്കേണ്ടത് എന്ന് ഓരോ കർമ്മങ്ങളും, ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും അതുപോലെ തന്നെ ബലിപ്പെരുന്നാൾ സുദിനത്തിൻ്റെ ഓരോ കർമ്മങ്ങളും ഓരോ വിശ്വാസിയെയും പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. നബികളുടെ നഗരമായ മീനായിൽ തർബിയത്ത് വിളികളുടെ വിശ്വാസിപക്ഷങ്ങൾ സംഗമിച്ചിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാരുടെ അണമുറിയ പ്രവാഹമാണ് മിനാ പ്രയാണത്തെ സവിശേഷമാക്കുന്നത്. ഇനിയുള്ള 4 നാളുകൾ മിനാ നഗരിയിൽ തീർത്ഥാടക ലക്ഷ്യങ്ങൾ ആരാധനകളും അനുഷ്ഠാനങ്ങളുമായി കഴിച്ചുകൂട്ടും. അറഫ സംഗമത്തോടെയാണ് വിശുദ്ധ ഹജ്ജ് അനുഷ്ഠാനങ്ങളിലേക്ക് ഹാജിമാർ പ്രവേശിക്കുക. വിപുലമായ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി സായുധ സേനയാണ് പുണ്യനഗരിയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്.